ഉം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പരീക്ഷണം നടത്തി കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് ഇതുണ്ടാക്കണോ വേണ്ടേ എന്നൊക്കെ ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ടാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഉണ്ടാക്കിയ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും ഡ്രസ്സിങ് ആണല്ലോ നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഒരു മയണൈസ് ഒന്നും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ. പക്ഷേ നീ അടിപൊളി ഡ്രസ്സിങ് ഒക്കെ ഉണ്ടാക്കും. ഇതിൻ്റെ റെസിപ്പി ഞാൻ റീൽസ് ആയിട്ടിട്ടുണ്ടേ. അപ്പം നമുക്കതിൽ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പർ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മ വയറ് നിറങ്ങി പൊട്ടിപ്പോയി കേട്ടോ. ഭയങ്കരമായിട്ട് ഓവറായിപ്പോയി കഴിച്ചത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടമായിട്ടോ. ഞാൻ കുറേ നാൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഞാൻ എപ്പോഴും യോഗോട്ട് കൂടെ ആഡ് ചെയ്യും കേട്ടോ, ഡ്രസ്സിങ് ഉണ്ടാക്കണേൽ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, കഷ്ടിച്ചങ്ങ് കഴിക്കും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ യോഗോട്ട് ഇടാതെ ഉണ്ടാക്കി, നല്ലായിരുന്നു. പിന്നെ ഇനി ഞാൻ വേറൊരു പരീക്ഷണം കൂടെ ചെയ്യാൻ പോവാണ്. അതെന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ ഏത്തങ്കായിൽ ചിപ്സ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ കറക്റ്റ് വന്നില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ പരീക്ഷണം, ഏത്തങ്കായ ഞാൻ വാങ്ങിയത് ഇന്നലെ. ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങി, മധുരക്കിഴങ്ങ്. അതിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതും ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നതിന് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ, ജസ്റ്റ് ഒരു ട്രൈ ആണ്. ഈ ഒരു കുഞ്ഞ് പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറ്റീഷ്യനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണ്ട, അപ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കുറയും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് കൊതിയായിട്ട്, പിന്നെ വെറുതെ ഇരിക്കുമ്പോഴേ എപ്പോഴും ഈ സാലഡൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത്, ചിപ്സൊക്കെ കഴിക്കാൻ കൊതിയാവൂലേ. അപ്പോൾ ഒന്ന് ഉപ്പിൻ്റെ വയറങ്ങ് നിറഞ്ഞ് പൊട്ടിപ്പോയി കേട്ടോ. ഭയങ്കര ഹെവി ആയിപ്പോയി. ഇതും ഞാൻ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്, ഭയങ്കര നൈസായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. ഒരുപാട് നൈസായോ? സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തിന്നായിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അപ്പുറം കാണാം, അങ്ങനെയല്ല എങ്കിലും അത്രയും തിന്നായിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഏത്തങ്കാ ചിപ്സ് വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ ഇപ്പം ഞാനൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള ഉപ്പും. ഇന്നലെ ഉപ്പ് കൂടിപ്പോയേ, ഇതിനൊന്നും അധികം ഉപ്പ് വേണ്ടല്ലോ. എൻ്റെ ഡോബി അല്ലല്ലോ, വസ്ത്ര. കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എയർ ഫ്രൈ ചെയ്യാം. ഒരു സ്പൂൺ എണ്ണ പോലും എടുത്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്നത് മിക്സ് ആവാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എയർ ഫ്രയറിലെടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ ഇത്രയും തിന്നായതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്ന കാര്യം കുറച്ച് നേരത്തെ മെനക്കേടുണ്ട്. കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. നല്ല ചിപ്സ് ഞാനെല്ലാം കൂടി വാരി വലിച്ചൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഭാഗം വേവാൻ പാടും. അപ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് വച്ചില്ല എങ്കിൽ പാടും. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വെച്ചേ, പക്ഷേ എങ്കിൽ ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യണം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അത് അവിടെ ആവുന്ന സമയം നമുക്ക് ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട്. കഴുകാം. 5 മിനിറ്റ് ആയേ നമുക്ക് നോക്കാം ഫ്ലോപ്പായോ സക്സസ് ആയോ എന്നുള്ളത്. വാടി കിടക്കണ, ക്രിസ്പി ആയില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൂടെ കൊടുത്തു നോക്കാം അല്ലേ. ക്രിസ്പി ആയിട്ടില്ല. നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് പോലെ ഇരിക്കുമായിരിക്കും അല്ലേ. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കൊടുക്കാവേ. 180 5 മിനിറ്റ്സ് കൂടി പോകുമോ. 5 മിനിറ്റ് ആയാൽ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന്. ആഹാ, കരിഞ്ഞല്ലോ. അയ്യോ, കരിഞ്ഞു പോയി ഗായ്സ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു 3 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കി, അപ്പോൾ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു.
പക്ഷേ അത് ഇങ്ങനെ കുഴ കിടക്കുകയാണ് കേട്ടോ. വേണ്ട, കുഴ കിടക്കുകയാണ്. കരിഞ്ഞത് മുരുമുരായിട്ടുണ്ട് കണ്ടോ. മറ്റത് വാടിക്കുഴങ്ങി കിടക്കുകയാണ്. അപ്പോൾ അത് ഫ്ലോപ്പാണ് കേട്ടോ. ഫ്ലോപ്പല്ല, എൻ്റെ കറക്റ്റ് പരുവത്തിനൊക്കെ ചെയ്താലേ സക്സസ് ആവും. എന്തായാലും ഒരു മധുരക്കിഴങ്ങ് നഷ്ടമായി നമുക്ക്. ഇനി നമുക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്ന 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് DTDC പോകണം. നമ്മുടെ ആ വസ്ത്രയുടെ സാരി ഞാൻ ആ ബ്രൈഡൽ ഷൂട്ടിന് എടുത്തില്ലേ, എന്തോരം എൻക്വയറീസ് വന്നതാണെന്നറിയോ. ഒരുപാട് വന്നു. ഇനി അതിൽ ഒറ്റൊരു സാരി കൂടെ ബാക്കിയുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. പിന്നൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് അക്ഷയയിൽ കയറേണ്ട അത്യാവശ്യമുണ്ട്. പിന്നെ പോത്തീസിൽ വൈകിട്ട് പോകാം. എനിക്ക് ചാലയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ കാറും എടുത്തിട്ട് പോയാൽ ചാലയിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വെയിൽ താരും. അപ്പോൾ നമുക്ക് സ്കൂട്ടറിൽ പോയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് അത്യാവശ്യമായിട്ട് DTDCയിൽ 1-2 കൊറിയേഴ്സ് അയക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ. ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. DTDCയിൽ പോയി കുറച്ച് കൊറിയേഴ്സ് അയച്ചു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ പോയി കുറച്ച് കൊറിയേഴ്സ് അയക്കുകയാണ്. എനിക്ക് കുറച്ച് കൊറിയർ വരാനുണ്ട്. ആ കൊറിയറും കളക്ട് ചെയ്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പൊങ്കാല സാരി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്താലോ? പൊങ്കാല സാരി, ആറ്റുകാൽ പൊങ്കാല സാരി. ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-നാണ്. അപ്പോൾ സാരീസ് എത്തിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ കാണുന്ന സാരീസിൽ ഏതെങ്കിലും ഇഷ്ടമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വസ്ത്രയുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. സൂക്ഷിച്ച് നമ്മളത് കട്ട് ചെയ്തില്ലെങ്കിലേ സാരിയുടെ കൂടെ ചേർന്നായിരിക്കും അവർ കൊറിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാരി കൂടെ കീറാൻ ചാൻസ് ഉണ്ട്. നല്ല പ്യോർ കോട്ടൺ സാരീസാണ് ഞാൻ പൊങ്കാല സാരീസായിട്ടിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 800 ആ ഒരു റേഞ്ചൊക്കെയാണ് നമ്മുടെ സാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കാണിച്ചു തരാം, വെയിറ്റ്. എനിക്ക് സിസേഴ്സ് തൊടാൻ തന്നെ പേടിയാണ്, കാരണം സാരിയിലിങ്ങനെ കൊണ്ടാലേ. ആക്ച്വലി പൊങ്കാല സാരി ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ഒരു സാരി നമ്മൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഇതെങ്ങനെയാണ്, ഏതാണ് മെറ്റീരിയൽ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടനും എനിക്കൊട്ടും കോൺഫിഡൻസ് തന്നില്ല. നമുക്ക് പോയി എടുക്കാണ്ട് സാധനം വരുത്തിച്ചാൽ ബുദ്ധിമുട്ടാകും. കാരണം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി ഈ ഒരു സാരി കണ്ടിട്ടാണ് എടുക്കുന്നത്. എന്താണ് മെറ്റീരിയൽ എന്നൊക്കെ നോക്കി ടച്ച് ചെയ്തൊക്കെ അത്രയും സോഫ്റ്റ് ആണോ എന്നൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പീസസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സാധനം വന്നപ്പോൾ ഉണ്ടല്ലോ, വേർത്താണ്. ആ ഒരു എമൗണ്ടിന് നല്ല സാരി കേട്ടോ. പൊങ്കാല സാരി എന്നൊക്കെ പറഞ്ഞ് പോത്തീസിലും ഈ രാമചന്ദ്രയിലും ഒക്കെ കൊടുക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് വെച്ചാൽ അവിടെ എണീറ്റ് നിൽക്കുന്ന ടൈപ്പ് കോട്ടൺ സാരിയാണ്. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ്. പൊങ്കാല സാരിക്ക് പറ്റിയ സാരി കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ലെങ്തി വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാ സാരിയും ഞാൻ റീൽസായിട്ട് ഇന്നലെ വൈകിട്ടിട്ടായിരുന്നു. ഫുൾ സാരി ആ സെക്കൻഡ് തന്നെ സോൾഡ് ഔട്ട് ആയ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമം, അയ്യോ കുറച്ചുകൂടെ പീസസ് എടുക്കാനുള്ളതായിരുന്നു എന്നുള്ളത്. കാരണം ആ ഒരു എമൗണ്ടിന് വേർത്തായിട്ടുള്ള നല്ല കിടിലം സാരി കേട്ടോ. ആ എമൗണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്കുള്ള എമൗണ്ടേ ഉള്ളൂ. അത്രയ്ക്കുള്ള എമൗണ്ടിന് നല്ല സാരി. ഇതിൽ എല്ലാ സാരിയും സോൾഡ് ഔട്ടാണ്. ഇതിൽ ഞാൻ 2 കലങ്കാരി സാരിയോട് ഓർഡർ ചെയ്തു. അതും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല അതെങ്ങനെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നിങ്ങളത് വാങ്ങുമോ ഇല്ലെന്നുള്ളത്. ഇതാണ് കലംകാരി സാരി കേട്ടോ. ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാവും എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് അതും ഞാൻ 2 പീസേ വാങ്ങിയുള്ളൂ. ഇതും വിത്ത് ബ്ലൗസാണ്. ഈ കലങ്കാരിയുടെ റെഡ് ആൻഡ് യെല്ലോ കളർ അവൈലബിൾ ആണ്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അടിപൊളി സാരിയാണ്. നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് കൂടുതൽ സാരി അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കേട്ടോ. ആ കലംകാരി സാരി, മറ്റു സാരിക്ക് ഒരുപാട് പേര് പ്രീ ബുക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പൊങ്കാല മാർച്ച് 3 ആയതുകൊണ്ട് ആ സമയത്തേക്ക് എത്തത്തില്ല. എനിക്ക് അവിടെ നിന്നൊരു 4 to 5 വർക്കിംഗ് ഡേയ്സ് വേണം സാരി എത്താനായിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൊങ്കാലയ്ക്ക് പറ്റത്തില്ല കേട്ടോ എത്തിക്കാനായിട്ട്. അല്ലാതെയും പൊങ്കാലയ്ക്ക് അല്ലാതെയും പലരും അമ്മയ്ക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. മറ്റേ കലങ്കാരി സാരി അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റീൽസിലും ഒക്കെ ഭയങ്കര ഒരു എന്താണ് പറയുന്നത്,
ഒരു ഭയങ്കര രസമായിട്ട് കണ്ടിട്ടുള്ളൊരു സാരിയാണ്. ആ കണ്ട ഭംഗി കൊണ്ടാണ് ഞാൻ വെറും 2 പീസ് എടുത്തത്. ഒരുപാട് എൻക്വയറീസ് വരുവാണെങ്കിൽ കൂടുതൽ പീസസ് കൊണ്ടുവരും കേട്ടോ. ഇതും ഒരുപാട് എൻക്വയറീസ് അവരിപ്പോൾ തന്നെ പലരും കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. എങ്കിൽ ഞാൻ വീണ്ടും കൊണ്ടുവരും കേട്ടോ. വാങ്ങിച്ച് ഉടുത്തിട്ട് അവരുടെ അഭിപ്രായം കൂടി ഞാൻ കേൾക്കട്ടെ. അവർക്ക് ഇഷ്ടമായെങ്കിലല്ലേ ഞാനിത് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. എനിക്കൊത്തിരി ഇഷ്ടമായി ഇതെല്ലാം. വിയർത്ത് കുളിച്ചു. ഇനി പണി കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് വസ്ത്രയുടെ പേജിലിടണം. വീഡിയോസ് എടുത്തിടണമെങ്കിലല്ലേ എല്ലാവർക്കും അത് കണ്ടാലല്ലേ നമ്മൾ വീഡിയോസിൽ കാണിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ പണികളുണ്ട്. ഞാൻ പോയി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കട്ടെ, എന്നിട്ട് കാണാവേ. അയ്യോ ഞാൻ തളർന്നേ, വിയർത്ത് കുളിച്ച്. അയ്യോ വസ്ത്രം ഇനി 2 ദിവസത്തേക്ക് എനിക്ക് ഇത് തീരുന്നത് വരെ കൂ 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 ഞാൻ അതിൻ്റെ പുറകെ ആയിരിക്കും. വസ്ത്രയുടെ ഫോണും ഞാനും കൊറിയറുമായിട്ടായിരിക്കും ബിസി. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ, ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതല്ലേ. 1 മണിക്ക് തുടങ്ങിയ ജോലി 3 മണി വരെ അയ്യോ ജോലിയായിരുന്നു. തുണിയെടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, വീണ്ടും മടക്കുന്നു, അതിനെ കവറിൽ കയറ്റുന്നു, ഒതുക്കുന്നു, പറക്കുന്നു. നിങ്ങൾ ഇത്ര തുണി എടുത്തതിനാണോ ഈ ഷോ? ഇതിനെക്കാട്ടി അപ്പോൾ എത്രയോ നിറയെ തുണികളൊക്കെ എടുക്കുന്നവരുടെ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. എനിക്ക് ഫസ്റ്റിൽ 1 അല്ല 2 അല്ല 3 സാരി എടുത്താൽ മാത്രം മതിയെങ്കിലും എടുക്കുന്നതേ ഉള്ളൂ എങ്കിലും ഞാൻ ആ സാരി എടുക്കുന്ന ദിവസവും അത് സെയിലായി പോകുന്നവരെ ഞാൻ ബിസി ആയിരിക്കും. കാരണം ഫോട്ടോസ് എടുക്കുക, വീഡിയോ എടുക്കുക എല്ലാം കൂടി ആകുമ്പോൾ മറ്റേ ചേട്ടൻ ഹെൽപ്പിനുണ്ടാവും കേട്ടോ. അത് ആരുമില്ല വന്നപ്പോൾ അതിനെടുക്കുക, ആ സാരി എടുത്ത് ഫോട്ടോ എടുക്കണം, അതിനെ മടക്കി അടുത്ത കവറിൽ വെക്കണം, അത് കഴിഞ്ഞ് അടുത്ത സാരി എടുക്കണം, അത് മടക്കി കവറിൽ വെച്ചിട്ട് അടുത്തത് എടുക്കാൻ പറ്റൂ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ നിവർത്തിയൊക്കെ കാണിച്ചിട്ട് പിന്നെ അതിനെ മടക്കാൻ നിൽക്കുന്നതാണ് 1 മണിക്കൂർ. അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പോഴാണ് വെള്ളം പോലും കുടിച്ചത് കേട്ടോ. ഇനി നേരെ പോത്തീസ്. വേദയ്ക്ക് ട്യൂഷനുണ്ട്. വേദ ട്യൂഷനാക്കിയിട്ട് പോത്തീസ്. അങ്ങനെ നേരെ പോത്തീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ഈ വീക്ക് വരും. അപ്പോൾ കോഡ് സെറ്റൊക്കെ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഇത്രയിൽ സാരി മാത്രമല്ല, കോഡ് സെറ്റ്, ചുരിദാർ മെറ്റീരിയൽ എല്ലാം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് പതുക്കെ കൊണ്ടുവരുള്ളൂ. ഒരുപാട് ഞാൻ എടുത്ത് വയ്ക്കില്ല കേട്ടോ. പോത്തീസിൽ കയറിയപ്പോഴാണ് നമ്മുടെ കല്യാണി കോട്ടൺ സാരി ഇരിക്കുന്നു. അപ്പം ഞാൻ കയറി ഒന്ന് വില ചോദിക്കാമെന്നേ. വില ചോദിച്ചപ്പോൾ നമ്മുടെ വസ്ത്രക്കാട്ടി 100 രൂപ കൂടുതലാണ്. ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന പല സൈറ്റുകളിലും നമ്മുടെ വസ്ത്രക്കാട്ടി കൂടുതൽ എമൗണ്ട് ഇട്ട് കല്യാണി കോട്ടൺ സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ നമുക്ക് കിട്ടുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ സാരിക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ടാവാം എല്ലാവരും എമൗണ്ടൊക്കെ കൂട്ടിയിടുന്നത്. പക്ഷെ എത്ര ഡിമാൻഡ് ആയാലും ഞാനൊരു പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്, അത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞ് എൻ്റെ തന്നെ വാങ്ങണം, അവരെയൊന്നും വാങ്ങരുത് എന്നൊന്നും പറയില്ല. അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. അവരുടെ ബിസിനസ് അത് അവരങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അത് സെയിലാവുന്നുമുണ്ട്. ഇത് എൻ്റെ ഒരു ബിസിനസ്, എനിക്കിങ്ങനെ സെയിൽ ചെയ്യാനാണ് ഇഷ്ടം, അവർക്ക് അങ്ങനെ സെയിൽ ചെയ്യാനാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അല്ലെന്നും നമ്മൾ പറയാൻ പാടില്ല. അത് അവരുടെ ഒരു ഒരു വിജയമാണ്. ആ ഒരു എമൗണ്ടിനും അവർ ആ ഒരു സാരിയൊക്കെ വിൽക്കുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ബ്ലൗസ് എടുക്കാനാണ് പോയത്. അവിടെ എനിക്കൊരു ബ്ലൗസും ഇഷ്ടമായില്ല. പിന്നെ അത്യാവശ്യമായതുകൊണ്ട് അവിടെ നിന്നൊരു ബ്ലൗസ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് വേദയ്ക്ക് ഞാൻ കുപ്പിവള വാങ്ങാനായിട്ട് കയറി. നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കുപ്പിവള കട. എപ്പോൾ ഈ കുപ്പിവള കടയുടെ വീഡിയോ ഇട്ടാലും ചോദിക്കും എവിടെയാണ്. എപ്പോഴും ഞാൻ പറയുന്നുമുണ്ട്, പക്ഷേ വീണ്ടും കമൻറ്റ് വരും. സരസ്വതി മണ്ഡപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇന്ന് അവിടെ ആ ഗ്രൗണ്ടിൽ എന്തോ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ബ്ലാക്ക് കളർ കുപ്പിവള വാങ്ങാനായിട്ട് ആണ് കയറിയത്. അങ്ങനെ വേദയ്ക്കുള്ള കുപ്പിവളയെല്ലാം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ചപ്പൽ വാങ്ങണമെന്ന് പറഞ്ഞ് ബാറ്റയിൽ കയറി കേട്ടോ. അവിടെ എന്തിനാണ് അങ്ങനെ ഒരു കടയെന്ന് അറിയില്ല. ഇപ്പോൾ എന്തെല്ലാം ട്രെൻഡ് സാധനങ്ങൾ ചെരുപ്പൊക്കെയാണ് വരുന്നത്. ആ ബാറ്റയിലാണെങ്കിൽ ഒരു കുന്തവും ഇല്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡൽ അനുസരിച്ച് ഒരു നല്ലൊരു ചെരുപ്പിടാന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ബ്രിക്കൺ സ്റ്റോക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ട് ഞാനൊന്ന് ഇട്ടൊക്കെ നോക്കി, ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയത് കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ബ്രിക്കൺ സ്റ്റോക്ക് പോലെയൊക്കെ തോന്നിക്കും, പക്ഷേ കളറ് വേറെയാണ്. അതിൻ്റെ ആ ഒരു സെയിം ബ്ലാക്കൊക്കെ വന്നിരുന്നുവെങ്കിൽ ബ്രിക്കൺ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. എന്തായാലും വന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വസ്ത്രയിലെ കലങ്കാരി സാരി 2 പീസ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ വീഡിയോ ഇട്ടാൽ അത് അപ്പം തന്നെ പോവും. ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ എനിക്ക് വളരെ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നോളൂ. 1000 റേഞ്ചാണ് ആ ഒരു സാരിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.